കേരള നിയമസഭ ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാഷണൽ വിമൻ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലെ വിവിധ നിയമസഭകളിൽ നിന്നും വന്ന സാമാജികരായ ഞങ്ങൾ സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട വനിതാ സാമാജികർക്കായുള്ള സമ്മേളനത്തിന്റെ സമാപന ദിവസം പ്രതിനിധികൾക്കായുള്ള ഫീൽഡ് ട്രിപ്പായിരുന്നു. അഷ്ടമുടി, കന്യാകുമാരി, പൊന്മുടി എന്നിവിടങ്ങളിലായിരുന്നു യാത്രകൾ. ഞങ്ങൾ കുറച്ചുപേർ അഷ്ടമുടി തിരഞ്ഞെടുത്തു. എന്നാൽ മറ്റൊരു വിഭാഗം തിരുവനന്തപുരത്തിലെ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലേക്കും കന്യാകുമാരിയിലേക്കും പുറപ്പെട്ടു. രാവിലെ 8:30 പുറപ്പെട്ട പൊന്മുടി ടീം ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവിടെ എത്തി. ഗസ്റ്റ് ഹൗസിൽ വിശ്രമവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. നല്ല ശുദ്ധവായു, കോടമഞ്ഞിന്റെ നേരിയ തണുപ്പ്, ശരീരത്തിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി, സംശയമില്ല. പ്രകൃതിയുടെ മനോഹരമായ ഒരു വേഷപ്പകർച്ച അവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും അനുഭവപ്പെടും. ഞങ്ങളിൽ കുറച്ചുപേർ അഷ്ടമുടി കായലിലേക്ക് പോകുവാനിറങ്ങി. പ്രതിനിധികളും ഞങ്ങൾക്കു വേണ്ടി വന്ന ജീവനക്കാരും ഉൾപ്പെടെയുള്ള സംഘം നിയമസഭയിൽ നിന്ന് പുറപ്പെടുകയാണ്. എസ്കോർട്ടുകളോടെ കെ സ്വിഫ്റ്റ് ബസ്സിൽ രാവിലെ 9 മണിയോടെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. വിശേഷം പറച്ചിലും കളിയും ചിരിയും പാട്ടും ഡാൻസും എല്ലാമായി ഏറെ ആസ്വദിച്ച ഒരു യാത്ര. രണ്ട് മണിക്കൂറിൽ താഴെ സമയത്തിൽ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. റെസ്റ്റോറൻറ്റിൽ നിന്ന് വെൽക്കം ഡ്രിങ്കിന്റെ ചെറിയ ഇടവേളയ്ക്കു ശേഷം 11:30 ബോട്ടിലേക്ക്. എല്ലാവരും ചേർന്ന് 50 പേരടങ്ങുന്ന സംഘം അഷ്ടമുടിയുടെ സൗന്ദര്യവും ഇളങ്കാറ്റും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയാണ്. Really appreciate the Kerala peoples are very sincere and very good, and I would like to introduce their real character to my people also, and especially I want to bring women's upcoming leaders here in Kerala to learn something and to see the how Kerala's peoples respects women's. So in their society I want to show this to my people also, and program was well organized and everything was good. We taste Kerala foods, like taste is little better extra than ours, but like to taste it. ഞങ്ങളുടെ പാട്ടും കളിചിരിയുമായി അഷ്ടമുടി കായലോളങ്ങൾ മുഖരിതമായി. കേരളത്തിന്റെ തനതു കാഴ്ചകളായ കായലോരത്തെ തെങ്ങിൻ തോപ്പുകളും പച്ചപ്പു നിറഞ്ഞ പ്രദേശങ്ങളും കണ്ടങ്ങനെ പോകുമ്പോൾ 55 അടി വലുപ്പത്തിൽ മനോഹരമായ ഒരു വിളക്കമ്മ ശില്പം ദൃശ്യമായി.
ജലയാത്രികർക്ക് വഴിവെളിച്ചം പകരുക എന്ന ദൈവീകമായ കർത്തവ്യം നിറവേറ്റിക്കൊണ്ട് വിളക്കമ്മ ഈ വഴികളിൽ നിറഞ്ഞു നിന്നു. I have also taken the boat ride from Alleppey to Kottayam. I think that was one of the best boat rides I have ever had, and of course this one also. I think Kerala we call as God's own country. Maharashtra is a state of all saints and Chhatrapati Shivaji Maharaj, and of course I thank Honorable Uddhavji Thackeray also for deputing me for this conference. And Kerala has maintained its greenery. That's something very appreciable, and explore tourism to the maximum. I think this is what every state should learn from Kerala, that how to promote tourism, because people come to Kerala from far off places, and the speciality is that Kerala has a large sea coast also, and plus lakes also. കേരളത്തിന്റെ കുളിർമയേകുന്ന നയന മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് 1 മണിക്കൂർ നേരം വളരെ പെട്ടെന്ന് കടന്നുപോയി. കരയ്ക്കണഞ്ഞ ഞങ്ങൾ സമീപ പ്രദേശത്തായി ക്രമീകരിച്ചിട്ടുള്ള മരം കൊണ്ട് നിർമ്മിച്ച പഴയ ഹിന്ദു, ക്രിസ്ത്യൻ, കേരളീയ ഭവനങ്ങളുടെ മാതൃകകൾ കണ്ടു. ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കാനായി ഞങ്ങൾ ഏവരും ഒരുമിച്ച് ഈ കേരളീയ ഭവനത്തിൽ മുൻപിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തി. ഒരു മണിയോടെ റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ അവിടെ ഞങ്ങൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറായിരുന്നു. ഭക്ഷണശേഷം കുറച്ച് വർത്തമാനം പറച്ചിലുകളും കാഴ്ചകൾ കാണലുകളുമായി ഒരു ചെറിയ വിശ്രമത്തിന്റെ അന്തരീക്ഷം. മണിയോടെ ഏറെ സവിശേഷമായ ഒരു കേരളീയ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയായി. ളുടെ തിരക്കു നിറഞ്ഞ ഔദ്യോഗിക ജീവിതത്തിലെ ചടുലതയിൽ നിന്നു മാറി കടലിന്റെ അഗാധതയിലേക്ക് കണ്ണുനട്ടിരുന്നു. हम यहाँ केरला में कॉन्फ्रेंस के लिए आए थे. यहाँ पे बहुत ही अच्छा लगा. थैंक्स टू गवर्नमेंट ऑफ केरला जिन्होंने ये इतना अच्छा अरेंजमेंट किया. हमने 2 दिन कॉन्फ्रेंस अटेंड किया. आज हम घूमने कन्याकुमारी पे आए हैं, जो हमारा आखिरी डेस्टिनेशन है धरती का. वहाँ पे हम आए हैं. इसके आगे श्रीलंका शुरू हो जाएगा. तो आज हमें बहुत अच्छा लग रहा है. केरला के लोग बहुत ही अच्छे हैं, बहुत लवेबल हैं, बहुत हेल्पफुल हैं. कन्याकुमारी हमारे इंडिया का लास्ट छोर है, और विवेकानंद जी के बारे में भी हम सब बुक से पढ़े हुए थे, और आज देखने को मिला यहाँ पर. यहाँ के लोग भी बहुत अच्छे हैं, और आप सब जिन्होंने हम सबको व्यवस्था दिया और यहाँ तक सारे
हिस्ट्री आप लोगों ने बताया, और तो पहले बुक में पढ़े थे, आज हम देख भी लिए तो बहुत बढ़िया फील हो रहा है। आज यहाँ पहुँच के सुंदर वातावरण, शुद्ध वातावरण, हम सबको यहाँ आने का मौका मिला। इस स्टेट को हम सब धन्यवाद भी देते हैं। അഞ്ചു മണിയോടുകൂടി അവിടെ നിന്നും കോവളത്തേക്ക് തിരിച്ചു. സൂര്യാസ്തമയം കണ്ടു. പകലത്തെ യാത്രയും ആഘോഷവും അനുഭവങ്ങളുമെല്ലാം പകർന്ന ഓർമ്മകളിൽ ലയിച്ച് ഞങ്ങൾ മടങ്ങുകയായി. കേരളം തുടങ്ങിവെച്ച ഇന്ത്യയിലെ വനിതാ സാമാജികരുടെ കൂട്ടായ്മയെ ഏവരും ഏറ്റെടുക്കുകയും ഇവിടെ കൂട്ടായി മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഇന്ത്യയിൽ മികച്ച തുടർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാകട്ടെ ഇനി വരാനിരിക്കുന്നത്.